guys. First of all, welcome to my YouTube channel. ഇന്ന് ഒരു കാര്യം പറയാൻ തോന്നി, നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് പറയാൻ പറ്റത്. ഇന്ന് എൻ്റെ 6th സെമസ്റ്റർ റിസൾട്ട് കഴിഞ്ഞാണ്. ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, റെഗുലർ ആയിട്ടല്ല, ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അറിയില്ല ഡിഗ്രി എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ. അപ്പം ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ കാണുന്ന പോലെയല്ല, നല്ല ടെൻഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ ആണ്, പിന്നെ എക്സാംസ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. ഫൈനലാകുമ്പോൾ നമുക്കറിയാമല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫാക്കുന്നുള്ളത്. അപ്പം പ്രതീക്ഷിച്ച പോലും ഒന്നും ആയിരുന്നില്ല. 2-3 സബ്ജക്റ്റൊക്കെ കുറച്ച് ടാസ്ക് ആയിരുന്നു, ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. പാസ്സാവാനുള്ള ഒരു ടാർഗറ്റ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. എന്തായാലും കുറച്ച് 2 റിസൾട്ട് വരും, അപ്പം നോക്കണം. പ്ലസ് അങ്ങനെ ഹൈ സ്കോറൊന്നുമില്ല. പക്ഷേ സപ്ലൈ ഇല്ലാണ്ട് നമുക്ക് ഇത്രയും നമ്മൾ 5th വരെ നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് പാസ്സാവാൻ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മാർക്കെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുത്തിട്ട്. കാരണം ക്ലാസ്സും കാര്യങ്ങളൊന്നും നമുക്കില്ല, നമ്മൾ ഒരു സാധാരണ ക്ലാസ് വാങ്ങിയിട്ടാണ് നമ്മൾ പഠിക്കല്. അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്സാവണം എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ സമാധാനം. കാരണം ഡിഗ്രി ഫൈനലാണ്, അപ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർ ടൈറ്റാക്കും. പിന്നെ അതുകൊണ്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ 2-3 സബ്ജക്റ്റ് നല്ല ടാസ്ക് ആയിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്താണെന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ബാക്കിയൊന്നും അപ്പം എന്താവുമെന്ന് അറിയില്ല. നമുക്കുണ്ടാവുമല്ലോ ഒരു ഹൃദയമെടുപ്പ്. എക്സാം റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് ടൈം മുന്നേ. ഈ കാണുന്ന ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ഗൈസ്. എക്സാം റിസൾട്ട് വരുമ്പോൾ ആ ഒരു ടെൻഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണെന്നുള്ളത്. അപ്പം എന്തായാലും അവിടെ ഞാൻ ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കുന്നില്ല. പിന്നെ നമുക്ക് വെച്ചാൽ നമ്മൾ നന്നായിട്ട് എഴുതിയ പേപ്പേഴ്സിന് നമുക്ക് സ്കോർ ഉണ്ടാവില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളൊരു സബ്ജക്റ്റ് എക്സാം കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം മാർക്ക് ഉണ്ടാവും എന്നുള്ള ഒരു സാധനം. പക്ഷെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ അത് നേരെ തിരിച്ചായിരിക്കും. നമ്മൾ നന്നായിട്ട് എഴുതിയ പേപ്പറിന് നമുക്ക് സ്കോർ കുറവും, എന്നാൽ നമ്മൾ പാസ്സാവും എന്നല്ല ആ ഒരു രീതിക്ക് നമ്മൾ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് A+ഉം A-ഗ്രേഡും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഉണ്ടാവാറ്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കമന്റ് ഇടുക ഗൈസ്, അങ്ങനെ ഉള്ളവർ. അപ്പം എന്തായാലും ഇപ്രാവശ്യം അതേപോലെ ആവുമെന്ന് അറിയില്ല. എന്തായാലും ലാസ്റ്റ് ഇയർ ആണ്, ഫൈനൽ കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റഡ്. അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. എക്സാംസും കാര്യങ്ങളൊക്കെ ടഫാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ അങ്ങനെ മടിയാണ്, അതുകൊണ്ട് അറിയില്ല എന്താവുന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്കറിയാലോ, ഫൈനലാകുമ്പോൾ സപ്ലി കുടുങ്ങിയ സീനാണ്. പിന്നെ എഴുതിയെടുക്കാൻ ഒക്കെ പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയൊന്ന് പാസ്സാവണം ആ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ടൈറ്റ് ആക്കുമല്ലോ. അപ്പം 6th അത്യാവശ്യം കുറേ സബ്ജക്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 2-3 സബ്ജക്റ്റൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു. അപ്പം എന്താവുന്നറിയില്ല, പാസ്സാവുന്ന വിചാരിക്കാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. എന്ത് ടെൻഷൻ ഉണ്ട്, എന്താവുന്നില്ല ആള് ഇതുണ്ട്. അപ്പം നമ്മൾ ഇതിലൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ഈസ് കംപ്ലീറ്റഡ്. ബട്ട് എന്താവും എന്തോ അല്ലേ. 6th എന്ന് പറയുമ്പോൾ 6th ആയപ്പോൾ ഞാൻ വിചാരിച്ച 6th ആകുമ്പോൾ കുറച്ചും കൂടെ പഠിക്കണം, കുറച്ചും കൂടെ മാർക്ക് വാങ്ങാൻ വേണ്ടി നോക്കണം. പക്ഷെ മടിയാണ് ഗൈസ്, പഠിക്കാൻ മടി. നോക്കാം, എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, റിസൾട്ട് വന്നിട്ടുണ്ട്. പോയി എന്തായാലും നോക്കി നോക്കുക. നല്ല മാർക്കിട്ടല്ലോ.